നമസ്കാരം. ഇപ്പോൾ വാർത്തകളിൽ കണ്ടതാണ് ആരോഗ്യമന്ത്രിക്ക് പരിക്കേറ്റു. KSUവിന്റെ പ്രതിഷേധത്തിനിടയിലാണ് പരിക്കേറ്റത് എന്ന്. ഇപ്പോൾ പ്രതിഷേധിക്കാൻ ഒരു ജനാധിപത്യ രാജ്യത്ത് എല്ലാവർക്കും അതിനുള്ള അവകാശമുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു മന്ത്രിയെ, പ്രത്യേകിച്ച് അവരൊരു സ്ത്രീ കൂടെയാണ് എന്ന് വെച്ചാൽ പുരുഷനായ മന്ത്രിയെ ആക്രമിക്കാമെന്നല്ല, ആരെയായാലും ദേഹോപദ്രവം ചെയ്യുന്ന രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഒരിക്കലും നീതിയുള്ളതല്ല, ന്യായീകരിക്കാനാവുന്നതുമല്ല. അതിനി ആര് ചെയ്താലും, അത് KSU ആവട്ടെ, SFI ആവട്ടെ, DYFI ആവട്ടെ, യൂത്ത് കോൺഗ്രസ് ആയിക്കോട്ടെ, പ്രതിഷേധം എന്നാൽ മറ്റുള്ളവർക്ക് ശാരീരികമായ ഉപദ്രവം ഉണ്ടാക്കാത്ത രീതിയിൽ വേണം പ്രതിഷേധിക്കാൻ എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ പറയുമ്പോൾ ഇവരങ്ങനെ ചെയ്താലും മറ്റവരിങ്ങനെ ചെയ്തല്ലോ എന്ന് പറയുന്ന ഒരു സ്ഥിരം ശൈലി ആയിട്ട് കരുതണ്ട. എന്നാൽ മുൻപ് ഇതേപോലൊരു സാഹചര്യം ഇപ്പൊ എല്ലാ ഇടത് നേതാക്കന്മാരും വളരെ ശക്തമായി ഇതിനെതിരെ പ്രതിഷേധിക്കുന്നുണ്ട്. ഞാനും പ്രതിഷേധം അറിയിക്കുകയാണ്. ഒരിക്കലും ദേഹോപദ്രവം ചെയ്യുന്ന രീതിയിൽ പ്രതിഷേധിക്കാൻ പാടില്ല. എന്നാലും ഇപ്പോൾ നമ്മൾ ഒരു 7 വർഷം മുന്നുള്ള മറ്റൊരു സംഭവം ഈ അവസരത്തിൽ ഓർത്തു പോവുകയാണ്. മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ കണ്ണൂരിൽ ഒരു ഫംഗ്ഷന് പങ്കെടുക്കാനെത്തിയ അദ്ദേഹത്തിന്റെ കാറ് തകർക്കുകയും ചില്ല് തകർന്ന് അദ്ദേഹത്തിന് പരിക്കേൽക്കുകയും ചെയ്തൊരു സംഭവം ഉണ്ടായി. അത് ഓർക്കുകയാണ്. അന്നും ഈ ഇടത് പക്ഷക്കാർ എന്ത് നയമാണ് സ്വീകരിച്ചത് എന്ന് കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. പക്ഷേ അത് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ തന്നെ പറയുന്നു, ഒരിക്കലും KSUവിന്റെ ഈ ഒരു പ്രവൃത്തി ന്യായീകരിക്കാവുന്നതല്ല. കാരണം ഇപ്പോൾ ഭരണവിരുദ്ധ വികാരം ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ UDFന് അനുകൂലമായ ഒരു തരംഗമാണ് കേരളത്തിൽ ഒട്ടാകെ ഉള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന പ്രവർത്തികൾ ദയവായി കോൺഗ്രസുകാർ ചെയ്യാതിരിക്കുക എന്നാണ് കേരളത്തിലെ ജനങ്ങളുടെ ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത്. അത് കോൺഗ്രസ് നേതാക്കന്മാരും KSU നേതാക്കന്മാരും എല്ലാം ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പ്രതിഷേധിക്കുന്നത് നല്ലത് തന്നെയാണ്. പ്രതിഷേധിക്കണം, എല്ലാത്തിലും പ്രതിഷേധിക്കണം. പക്ഷേ മറ്റുള്ളവരുടെ ജീവനെ ആപത്തെ ഇടുന്ന രീതിയിലോ മറ്റുള്ളവരുടെ ശാരീരികമായി ഉപദ്രവം ഉണ്ടാക്കുന്ന രീതിയിൽ പ്രതിഷേധിക്കുന്നതിന് യാതൊരു തരത്തിലും യോജിക്കാൻ കഴിയുന്നില്ല. അതിൽ എന്റെ എതിർപ്പ് ഞാൻ ഇവിടെ പറഞ്ഞുകൊള്ളുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വാർത്ത വരുന്ന സമയത്ത് ഞാൻ ഡോക്ടർ SS ലാലിന്റെ ഒരു പോസ്റ്റ് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു കോയിൻസിഡൻസ് എന്ന പോലെ അദ്ദേഹം അതിൽ പറഞ്ഞിട്ടുണ്ട്, കേരള മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും എല്ലാം കേരളത്തിലെ ഒരു സർക്കാർ ആശുപത്രിയിൽ പോയി ചികിത്സ തേടിയിട്ട് പറയൂ ആരോഗ്യരംഗം മികച്ചതാണ് എന്ന്. അതായത് ഈ ആരോഗ്യരംഗത്തിനെതിരെ എന്തെങ്കിലും നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ പലരും പറയുന്നതാണ്, നിങ്ങൾ ഏതെങ്കിലും ഈ ഒരു അവസരത്തെ ഞാൻ ആ കാര്യം കൂടി പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നേ ഉള്ളൂ. ഞാൻ സ്ഥിരമായി സർക്കാർ ആശുപത്രികളിൽ പോകുന്ന ഒരാളാണ്. എനിക്ക് എന്ത് ആരോഗ്യപരമായി ഉണ്ടെങ്കിലും സർക്കാർ ആശുപത്രിയിൽ പോകുന്ന ഒരാളാണ്. പക്ഷേ ഒരു അടുത്ത ദിവസം ഒരു സുഹൃത്ത് വിളിച്ച് ചോദിച്ചു, ആരോഗ്യരംഗത്ത് ഈ 10 വർഷത്തിനിടയിൽ എന്ത് മാറ്റമുണ്ടായി എന്ന് നിനക്കറിയാമോ എന്ന് എന്നോട് ചോദിച്ചു. എനിക്കറിയാം, മറ്റേതൊരാളെക്കാളും എനിക്ക് നന്നായിട്ട് അറിയാം ആരോഗ്യരംഗത്തുണ്ടായ മാറ്റം എന്നാണ്. അത് സ്വാഭാവികമായ കാലാനുസൃതമായ ഒരു മാറ്റം എന്നതിലുപരി 10 വർഷം ഭരിച്ച ഒരു LDF സർക്കാർ വരുത്തേണ്ട വലിയ മാറ്റമൊന്നും ആരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടില്ല. ഡോക്ടർ SS ലാലിന്റെ ആ പോസ്റ്റ് വായിച്ചപ്പോൾ കൃത്യമായത് മനസ്സിലാക്കാവുന്നതാണ്. മന്ത്രിമാരാരെങ്കിലും സർക്കാർ ആശുപത്രിയിൽ പോകുന്നുണ്ടോ? പകരം CPMന്റെ പല ആശുപത്രികൾക്കും വേണ്ടിയിട്ട് സർക്കാർ ആശുപത്രിയെ എങ്ങനെയാണ് ഇവർ ഡീഗ്രേഡ് ചെയ്യുന്നത്? ഒരു സൈഡിൽ കൂടെ അവർ ഡീഗ്രേഡ് ചെയ്യുന്നു, ആൾക്കാരെല്ലാം അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട്. മറ്റൊരു വശത്തൂടെ ഭരണ നേട്ടമായി സർക്കാർ ആശുപത്രിയുടെ ഉയർത്തി കാണിക്കാനും ഇവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെല്ലാം തന്നെ കാലാനുസൃതമായി ഉണ്ടായ മാറ്റം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആരോഗ്യമന്ത്രി ഈ ഒരു ചികിത്സയ്ക്കെങ്കിലും സർക്കാർ ആശുപത്രിയിൽ പോകുന്നത് നല്ലതായിരിക്കും എന്നത്. പക്ഷെ എന്നാലും ആ മന്ത്രി ചെല്ലുമ്പോൾ VIP ട്രീറ്റ്മെന്റ് ആയിരിക്കും. എന്നാലും പറയുകയാണ്, KSUവിന്റെ ഈ ഒരു നടപടി വളരെയധികം തെറ്റായിപ്പോയി. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാവാൻ സാധ്യതയുള്ള, കാരണം ഇതിന് നിയമ നടപടികൾ നേരിടേണ്ടി വന്നാൽ ജനങ്ങൾ കുറച്ചെങ്കിലും ചിന്തിക്കുന്നവരുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇനിയെങ്കിലും കോൺഗ്രസുകാർ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ പ്രവർത്തികളെ.